യിൽ അധ്യക്ഷനായിട്ടുള്ള MSFൻ്റെ സംസ്ഥാന ട്രഷറർ പ്രിയമുള്ള അഷ്റഫ് വിരുമുക്ക്, ഈ ചടങ്ങിൽ മുഖ്യ പ്രാസംഗികനായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 5 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം കേരള നിയമസഭയിൽ അംഗമായിരിക്കെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ജനീയ പ്രശ്നങ്ങൾ സത്യസന്ധമായി സഭയിൽ അവതരിപ്പിക്കുകയും വളരെ സൗമ്യമായും ശാന്തമായും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി ജനാധിപത്യ മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്ത് എനിക്ക് വളരെയേറെ വ്യക്തിബന്ധം ആ കാലം മുതൽ ഉണ്ടായിട്ടുള്ള പ്രിയങ്കരനായ PMA സലാം, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയമുള്ള കണ്ണൻ നമ്പ്യാർ, ഇവിടെ സന്നിഹിതനാകുമെന്ന് ഇനി വിശ്വസിക്കുന്ന ഏറ്റവും പ്രിയമുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള UDFൻ്റെ പ്രമുഖരായ നേതാക്കൾ, ആമുഖ വർത്തമാനം പറഞ്ഞ് സമദാനീയത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് രോഹിത് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും MSFൻ്റെയും KSUവിൻ്റെയും സഹപ്രവർത്തകന്മാരും UDFൻ്റെ സഹപ്രവർത്തകന്മാരും ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ സമദാനീയം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒന്ന്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. 2024 ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 18ാമത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പാണ്. ഇതിന് മുൻപ് നടന്ന 17 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് 18ാമത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ്. നമ്മൾ സാധാരണ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും പറയുന്നത് പോലെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതല്ല. ലോകം മുഴുവൻ ഇന്ത്യയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ സന്നിഹിതരാണ്. ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളേഴ്സായിട്ടുള്ള വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇന്ത്യൻ പാർലമെൻറ്റിനെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും അവരുടെ പഠന വിഷയമാക്കി മാറ്റുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭമാണെന്ന് വികാരപരമായി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കട്ടെ. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതിക്ക് മുൻപ് ജനിച്ചവരാണ് ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ എല്ലാവരും. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് നടന്ന ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ, സാമൂഹ്യ പാഠത്തിലും കോളേജിൽ പഠിക്കുമ്പോൾ, അതിന് ശേഷവും ഇന്ന് നമ്മൾ ഒരുപക്ഷെ റിസർച്ച് ചെയ്യുമ്പോഴും പഠനാർഹമായ പിന്തുടർച്ച അതിൻ്റെ ഭാഗമായി നടത്തുമ്പോഴുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വൈകാരികമായാണ് നമ്മുടെ മനസ്സിനകത്ത് ആളിക്കത്തി വരുന്നത്. ഈ 2 നൂറ്റാണ്ട് കാലം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാടുകടത്തി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ധീരദേശാഭിമാനികളായ പേരറിയുന്നവരും പേരറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സമർപ്പണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ ഈ മന്ത്രം. ഒരുപക്ഷെ ലോകത്ത് വേറൊരു രാജ്യത്തും ഇത്രമാത്രം ബ്രിട്ടീഷ് കോളനികൾക്കെതിരെയുള്ള സംഭവ പരമ്പരകൾ ഉണ്ടായിട്ടില്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നപ്പോൾ സ്കൂളുകളിലും കലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, പാടശേഖരങ്ങളിലെ തൊഴിലാളികൾ ഉൾപ്പെടെ, എഴുതാൻ അറിയുന്നവരും വായിക്കാൻ അറിയുന്നവരും മാത്രമല്ല, നിരക്ഷരരായ ആളുകളടക്കം എല്ലാ മനുഷ്യരും ഒരേ വികാരത്തോടുകൂടി ഇന്ത്യയുടെ കുങ്കുമവും വെള്ളയും പച്ചയുമുള്ള നമ്മുടെ ദേശീയ പതാക കയ്യിലെന്തിക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ അടക്കം ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരുന്നതിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടങ്ങൾ നടത്തിയത്. നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ആവേശം ഓരോ നിമിഷത്തിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ചസ്തമിക്കുന്നതിന് പോലെ പ്രകാശധാരയായി കടന്നു വരികയാണ്. അതേതെങ്കിലും ഒരു മതവിശ്വാസികൾ മാത്രമായിരുന്നില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും
സിഖുകാരനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും പേഴ്സി മതക്കാരനും മതമില്ലാത്തവനും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വിവിധ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയിൽ, പതിനായിരക്കണക്കിന് വേഷങ്ങളും ഭാഷയും ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഒരേ വികാരത്തോടുകൂടി അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ലോകം മുഴുവൻ വിളിക്കപ്പെടുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുകയുണ്ടായി. അങ്ങനെയാണ് ഈ മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയായി മാറിയത് എന്ന് അഭിമാനത്തോടു കൂടെ നമുക്കെല്ലാവർക്കും സ്മരിക്കാം. ആ രാജ്യം ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോഴും, സ്വാതന്ത്ര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നമ്മുടെ രാജ്യത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തരം ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി 3 വർഷത്തോളമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ചകൾ നടത്തിയത്. വിവിധ ഭാഷകളും വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ സമ്പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വേഷങ്ങളുള്ളവരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ഡോക്ടർ BR അംബേദ്കറും ഉൾപ്പെടെയുള്ള സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള ധീരദേശാഭിമാനികളുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെൻറ്റിന് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളിലെല്ലാം അന്നത്തെ ഹിന്ദു മഹാസഭയും ജനസംഘവും ഉൾപ്പെടെയുള്ള അന്നത്തെ വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്നായിരുന്നു അവരെല്ലാവരുടെയും ഏറ്റവും കൂടുതൽ വാദിച്ചതും. അതിനുവേണ്ടിയായിരുന്നു അവരുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വാദപ്രതിവാദങ്ങൾ. ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരായ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൽഹിയിൽ വരാനോ അതല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ നമുക്ക് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഡിബേറ്റിൻ്റെ 6 വാല്യം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്കത് ഒരുപക്ഷെ ഇന്നത് ഡിജിറ്റലായി നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. വിദ്യാർത്ഥികളായ അനുജത്തിമാരും അനുജന്മാരും പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡിബേറ്റിൻ്റെ 6 വാല്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അഭിമാനം കൊണ്ട് നമ്മൾ രോമാഞ്ചം കൊള്ളും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്, ആ വൈവിധ്യങ്ങൾ ശാശ്വതമായി നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രമാത്രം ഗഹനമായൊരു ഡിബേറ്റ് ലോകത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ആ ഡിബേറ്റിൻ്റെയും ഡിസ്കഷൻ്റെയും ഭാഗമായി ലോകത്തിൽ ആദ്യമായി ഒരു 4D ഫോർമുല, ABCDയിലെ 4D ഫോർമുല ലോകത്തിൽ ആദ്യമായി ഉണ്ടായത് ഇന്ത്യയിലാണ്. നമ്മൾ 3D എന്നൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. 4D ഫോർമുല ലോകത്തിൽ ആദ്യമായി ഉണ്ടായത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഡിബേറ്റിലാണ്. ഡയലോഗ്, ഡിസ്കഷൻ, ഡിബേറ്റ്, ആഫ്റ്റർ ഡിസിഷൻ. 4D, ഡയലോഗ്, ഡിബേറ്റ്, ഡിസ്കഷൻ, ആഫ്റ്റർ ഡിസിഷൻ. അങ്ങനെയാണ് ഇന്ത്യക്കൊരു സെക്കുലറിസത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഉള്ളൊരു ഭരണഘടന ഉണ്ടായത്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആമുഖത്തിൽ കൃത്യമായും ഡെഫിനിഷൻ എഴുതി വച്ചിരിക്കുന്നു. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ജനിച്ചവരെല്ലാവരും സമന്മാരാണ്. അവൻ്റെ മതമേതാണ്, അവൻ്റെ വിശ്വാസം ഏതാണ്, ദൈവാരാധന ഏതാണ്, അവൻ്റെ വസ്ത്രധാരണം ഏതാണ്, ഭാഷ ഏതാണ്, ഭക്ഷണം ഏതാണ്, അതൊന്നും ബാധകമല്ല. എല്ലാ ഇന്ത്യക്കാരനും സമന്മാരാണെന്ന് കൃത്യമായും ബോധ്യപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരിവിടെയുണ്ട്. അതേപോലെ ഭഗവത്ഗീതയിലും ബൈബിളിലും വിശ്വസിക്കുന്നവരൊരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. ഖുർആനും ഭഗവത്ഗീതയും ബൈബിളും അതിലെ സാരാംശങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ അത് സൂര്യനാണ്, ചന്ദ്രനാണ്, നക്ഷത്രമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരുമിച്ച് ചേരുന്ന സമന്വയത്തിൻ്റെ സംസ്കാരമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്ന് ഒരു ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനത്തോടെ നിങ്ങളുമായി പങ്കുവെക്കേണ്ട പ്രിയമുള്ള അനുജത്തിമാരെ, അനുജന്മാരെ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭരണഘടന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അപകടത്തിലാണ്.
നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും, സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു കാണും. ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതാൻ വേണ്ടി പോകുന്നു. നാഗപൂരിലെ, ബോംബെയിലെ, മഹാരാഷ്ട്രയിലെ നാഗപൂരിലെ RSSന്റെ ആസ്ഥാനത്ത് 376 പേജുള്ള പുതിയ ഭരണഘടന എഴുതിയിരിക്കുന്നു. പാർലമെന്റിനകത്ത് സെൻട്രൽ ഹാളിൽ ഞാനും അബ്ദുൽ സമദ് സമദാനി ഉൾപ്പെടെയുള്ള MP-മാരെല്ലാം പാർലമെന്റിന്റെ ലിഷർ ടൈമിൽ സെൻട്രൽ ഹാളിൽ ഇരിക്കുമ്പോൾ RSSന്റെയും BJP-യുടെയും കാവി വസ്ത്രധാരികളായ MP-മാരടക്കമുള്ളവർ ഞങ്ങളോട് വന്ന് പറയുന്നു, ഞങ്ങൾ 2024 കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുതിയ ഭരണഘടന സംഭാവന ചെയ്യുമെന്ന്. ഞങ്ങളെല്ലാവരും അതൊരു തമാശയായാണ് അന്ന് കണക്കാക്കിയത്. പക്ഷേ പിന്നീട് ദേശീയ മാധ്യമങ്ങളെല്ലാം RSS തയ്യാറാക്കിയിരിക്കുന്ന പുതിയ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ കോട്ട് ചെയ്യുന്നത് വായിക്കാനിടയായി. നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പുതിയ ഭരണഘടന, ഇന്ത്യയുടെ നിലവിലുള്ള ഭരണഘടനയെല്ലാം എടുത്തു കളഞ്ഞ് പുതിയ 376 പേജുള്ള ഭരണഘടന RSS ഉണ്ടാക്കി വച്ചിരിക്കുന്നതിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രം എന്നുള്ളതിന് പകരം മതരാഷ്ട്രമാക്കുമെന്ന് പറയുന്നു. എത്രമാത്രം ആപത്ത് നിറഞ്ഞതാണ് ആ വാചകം എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായ അനുജത്തിമാരും അനുജന്മാരും തിരിച്ചറിയുമെന്ന് കരുതട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്ത് നമുക്ക് നിവർന്നു നിൽക്കാൻ ഒരു നട്ടെല്ലും ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസും അഭിമാനത്തോടെ ഭാരതീയൻ എന്ന് പറയാൻ ഒരു ശക്തിയും ഉണ്ടാക്കിയതിന് പിന്നിൽ പ്രധാനമായും നമ്മുടെ ഭരണഘടനയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ നിരവധി പേർ ഗൾഫിലുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മുടെ രക്ഷിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കുക, ഗൾഫ് രാജ്യം, അറേബ്യൻ രാജ്യത്തിൽ ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണഘടനയുള്ള ഇസ്ലാമിക രാജ്യമായ അറേബ്യൻ രാജ്യത്ത് പോയി ഇന്ത്യൻ പാസ്പോർട്ടും തൊട്ട് കൂടെ എമിഗ്രേഷൻ ക്ലിയറൻസിന് വന്ന് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിലെ ഒരു പാകിസ്ഥാൻകാരൻ്റെ പാകിസ്ഥാൻ പാസ്പോർട്ടുമായി നിന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടാൽ അറബികളെല്ലാവരും, എമിഗ്രേഷനിലെ അറബികളെല്ലാവരും നമ്മളോട് ഒരു പ്രത്യേകമായൊരു പുഞ്ചിരിയും സൗഹാർദ്ദവും കാണിക്കും. വേറൊരു രാജ്യത്തിനും അത് ലഭിക്കാനിടയില്ല. നമുക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രം അബുദാബിയിൽ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഹൈന്ദവ ക്ഷേത്രം പണിയാൻ അബുദാബിയിൽ സ്ഥലം കൊടുത്തു? സ്ഥലം മാത്രമല്ല, ആ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള സമ്പത്തും നൽകി. അവിടെ എല്ലാ പൂജാതി കർമ്മങ്ങളും നടത്താൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കി കൊടുത്തു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, എല്ലാ ക്രൈസ്തവ സഭകളുടെയും ആരാധനാലയങ്ങൾ, ചർച്ചുകൾ അവിടെയുണ്ട്. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മുടെ എല്ലാവരും മനസ്സിനകത്ത് മതിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമായതുകൊണ്ടും ഇന്ത്യ മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രാജ്യമായതുകൊണ്ടും ഇന്ത്യയുടെ ഭരണഘടന മതേതരത്വത്തിന് വേണ്ടിയുള്ള ഭരണഘടന ആയതുകൊണ്ടും ലോകത്തിലെ എല്ലാ വിശ്വമതങ്ങൾക്കും പരവതാനി വിരിച്ച രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ ഒരു ഭരണാധികാരികളും ഇന്ത്യ രാജ്യം മതരാജ്യമാക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടും ആദ്യമായി ലോകത്തെ ചേരിചേരാ രാജ്യങ്ങൾ 109 രാജ്യങ്ങളുടെ രാജ്യങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിച്ച ലോകം ഇന്ത്യയെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സെക്കുലർ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടാണ്. അതെല്ലാം തകരാൻ വേണ്ടി പോവുകയാണ്. 3 ആഴ്ച മുമ്പാണ് കർണാടകയിലെ ഒരു BJP MP പരസ്യമായി പത്രസമ്മേളനം നടത്തി. ഇന്ത്യയിൽ ഞങ്ങൾ വന്ന 2024 ജൂൺ മാസത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ പുതിയ ഭരണഘടന ഞങ്ങൾ കൊണ്ടുവരും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത്, ഇതൊരു 2ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമാണ്. കേരളത്തിൽ ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പ്. നമുക്കാർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായില്ല. നമ്മൾ ആ കാലഘട്ടത്തിൽ ജനിച്ചവരല്ല. പക്ഷെ നമ്മൾ ജനിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മളെ പോലുള്ളവർക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക്, പഠിക്കുന്നവർക്ക്, അയൽപക്കത്തുള്ളവർക്ക്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള, ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള 2ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകാൻ കഴിയാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു വർത്തമാന സന്ദർഭമാണെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ 2ാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് അഭിമാനത്തോടുകൂടെ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ.
ഞാൻ ഒരു വാക്കുകൂടി പറയാണ്. ഇതിൻ്റെ പേര് സമദാനീയം എന്നാണ്. ഈ ചടങ്ങിൻ്റെ പേര് സമദാനീയം എന്നുള്ളതിന് എത്രയോ വൈകാരികതയുണ്ട് എന്ന് എടുത്തു പറയട്ടെ. അബ്ദുൽ സമദ് സമദാനി എന്ന് പറയുന്നൊരു ജനപ്രതിനിധിയെ മാത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല. ഞാൻ അബ്ദുൽ സമദ് സമദാനിയെ നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാഫി ആമുഖത്തിൽ ഇവിടെ സംസാരിച്ചപ്പോൾ കോഴിക്കോട് കടപ്പുറത്തെ മദീനയിലേക്കുള്ള പ്രഭാഷണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ നാട്ടികയിലെ ഒരു കടപ്പുറത്ത് ജനിച്ചു വളർന്നൊരു മീൻ പിടിക്കാൻ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. ഞാനും എൻ്റെ നാട്ടിലെ CA മുഹമ്മദ് റഷീദ്, ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് MSFൻ്റെ പ്രവർത്തകനും ഞാൻ KSUവിൻ്റെ പ്രവർത്തകനായി ഇരുന്നൊരു കാലത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ് കയറി കോഴിക്കോടേക്ക് വന്നു. കോഴിക്കോട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ വിളിച്ച് കോഴിക്കോട് കടപ്പുറത്ത് വന്നു. അത് 1 വർഷമല്ല, 2 വർഷമല്ല, 6 വർഷത്തോളം കോഴിക്കോട് കടപ്പുറത്തെ പഞ്ചാരമണലിൽ തറാവിയ നിസ്കാരത്തിന് ശേഷം വന്നു ചേരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അബ്ദുൽ സമദ് സമദാനിയുടെ ഈ മദീനയിലേക്കുള്ള പാത എന്ന പ്രസംഗം കേട്ട ഒരു എളിയ സാധാരണക്കാരനാണ് ഞാൻ. സമദാനിയെ ദൂരെ നിന്ന് സ്റ്റേജിൽ നിന്ന് പ്രഭാഷണം നടത്തുന്ന സമദാനി, ഇടയ്ക്കിടയ്ക്ക് തൊപ്പി തലയിൽ നിന്ന് മൂരി വിയർപ്പിങ്ങനെ തുടയ്ക്കുന്ന സമദാനി ഇപ്പോഴും ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം പറ്റാത്ത മയിൽപ്പീലി പോലെ തെളിഞ്ഞു വരികയാണ്. ആ പ്രഭാഷണം ഒരുപക്ഷെ മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾക്ക് നൽകുന്ന ഉദ്ബോധനം മാത്രമായിരുന്നില്ല. മാനവനെ ഹേ മനുഷ്യ എന്നുള്ള സംബോധനയോടുകൂടിയുള്ള വിശുദ്ധ വിശ്വാസത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും മാനവീയന് വേണ്ടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു സമദാനിയുടെ ആ അതുകൊണ്ടാണ് 6 പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കണ്ടൊരു ഷെയ്ക്കൻ്റെ കൊടുക്കാൻ അവസരമുണ്ടാകാതിരുന്ന സമദാനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വിദ്യാർത്ഥിയായിരിക്കെ ട്രാൻസ്പോർട്ട് ബസ് കയറി കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്നത് വികാരത്തോടു കൂടി സ്മരിക്കപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും അബ്ദുൽ സമദ് സമദാനിയെ അറിയപ്പെടും. ഭരണാധികാരി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവരുടെ സൽക്കാര ടേബിളിനകത്തേക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ അപൂർവം ആളുകളിൽ ഒരാളാണ് അബ്ദുൽ സമദ് സമദാനി എന്ന കാര്യം നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇരിക്കാനിടയായി. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. സാധാരണ പാർലമെൻറ്റിൽ അപൂർവമാണ് നരേന്ദ്രമോദി വരിക. അതൊരു അപൂർവ ദൃശ്യമാണ്. ഒരുപക്ഷെ 5 വർഷത്തിനുള്ളിൽ 11 തവണ മാത്രം പാർലമെൻറ്റിൽ വന്ന ലോകത്തിലെ ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അബ്ദുൽ സമദ് സമദാനിയുടെ പ്രസംഗമുള്ള ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് മുന്നിലിരിക്കുന്നത് കണ്ടു. പ്രധാനമന്ത്രി വന്ന ദിവസമാണ് സമദാനിയുടെ പ്രസംഗമുണ്ടായിരുന്ന ഒരു ദിവസം. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ തുടങ്ങി ഹിന്ദിയിൽ കടന്ന് ഉറുദുവിൽ കടന്ന് അല്ലാമ ഇക്ബാലിൻ്റെ കവിതകളെല്ലാം ഉൾപ്പെടെ ഈരടികളെല്ലാം ചൊല്ലി അത് കഴിഞ്ഞ് സംസ്കൃതത്തിലടക്കം സമദാനിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഇങ്ങനെ ആടിയിൽ കയ്യും കൊടുത്ത് സമദാനിയെ മാത്രം സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന നരേന്ദ്രമോദിയെ ഞങ്ങളെല്ലാവരും പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് നോക്കുകയായിരുന്നു. സമദാനി പറഞ്ഞത് മുഴുവൻ ഇന്ത്യൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വൈവിധ്യമായിരുന്നു, ഇന്ത്യയുടെ സംസ്കാരമായിരുന്നു, ഏകത്വത്തിലുള്ള നാനാത്വത്തിലുള്ള ഏകത്വമായിരുന്നു. ഈ ഇന്ത്യയെ ഒരു പൂന്തോട്ടമായി പറഞ്ഞുകൊണ്ട് അല്ലാമ ഇക്ബാലിൻ്റെ കവിതയെല്ലാം ഉച്ചരിച്ചുകൊണ്ട് ഈ ഹിന്ദിയും ഉറുദുവും സംസ്കൃതവും ഇംഗ്ലീഷും എല്ലാം ചേർത്തുകൊണ്ടുള്ള സമദാനിയുടെ ആ പ്രസംഗം പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒന്നാണ്. സമദാനി രാജ്യസഭാ മെമ്പറായിരിക്കെ രാജ്യസഭയിലെ പ്രസംഗത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ വീട്ടിനകത്ത് ഇരുന്നാൽ രാജ്യസഭാ പ്രസംഗം അവിടെ പാർലമെന്റ് TV-യിൽ കാണും. രാഷ്ട്രപതി ഭവനിലേക്ക് രാവിലെ സമദാനി വിളിച്ചുകൊണ്ടുപോയതിൻ്റെ ഒരു കഥയുണ്ട്. ഇന്ത്യയുടെ രാജ്യസഭയിൽ സമദാനി പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് രാജ്യസഭ പിൻ ഡ്രോപ്പ് സൈലൻ്റായി. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾക്കിടയിലാണ് സമദാനിയുടെ പ്രസംഗമുണ്ടായത്. ആ പ്രസംഗത്തിന് മുഴുവൻ ശേഷം
എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമദാനിക്ക് കൈയടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നും നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. പിറ്റേ ദിവസം ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിലേക്ക് സമദാനിക്ക് പ്രത്യേകമായൊരു ക്ഷണം. സമദാനി വീട്ടിലേക്ക് ഒരു കത്തും, രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഒരു ദൂതൻ വരുന്നു. സമദാനിയെ ഇന്ത്യൻ രാഷ്ട്രപതി ഭവനിലേക്ക് അതിഥിയായി രാഷ്ട്രപതി ക്ഷണിച്ചിരിക്കുന്നു. രാഷ്ട്രപതി ഭവനിൽ ചെന്ന സമദാനിക്കുണ്ടായ അനുഭവങ്ങൾ പിന്നീട് കേട്ടറിഞ്ഞപ്പോൾ രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനം കൊള്ളുകയാണ്. ഇങ്ങനെ ചിലർക്ക് ചിലപ്പോൾ ദൈവം ചില ജന്മങ്ങൾ നൽകും. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഈ വർത്തമാനം പറയുന്ന ഞാനും ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. ദൈവം ചിലർക്ക് ചില കയ്യൊപ്പോടുകൂടി, ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ചിലർക്ക് ചില ജന്മം കൊടുക്കും. അങ്ങനെ നന്മയുടെ പക്ഷത്തും മതസാഹോദര്യത്തിൻ്റെ പക്ഷത്തും വിശ്വാസത്തിൻ്റെ പക്ഷത്തും നേരിൻ്റെ പക്ഷത്തും നെറിവിൻ്റെ പക്ഷത്തും നിന്നുകൊണ്ട് ഈശ്വരൻ കയ്യൊപ്പ് കൊടുത്ത് ജന്മം നൽകിയ ഏറ്റവും പ്രിയങ്കരനായ മലയാള പുത്രനാണ് അബ്ദുൾ സമദ് സമദാനി എന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയാൻ വളരെ വളരെ ആവേശമുണ്ട്. ഞാൻ സമയപരിമിതിയുണ്ട്. നിരവധി നേതാക്കന്മാർ പ്രസംഗിക്കാനുണ്ട്, നോമ്പ് തുറയുണ്ട്. ഒരു പക്ഷേ സമദാനിയെക്കുറിച്ച് സംസാരിക്കാൻ നിന്നാൽ 1000 നാവുൾ അനന്തനെ പോലെ നേരം പുലരുന്നവരെ പറയേണ്ടി വരും. നോമ്പ് മുറിച്ച് നിസ്കാരം കഴിഞ്ഞ് പിന്നെ തറാവി കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കോഴിക്കോട് കടപ്പുറത്തൊരു മൈക്ക് വെച്ചാൽ നേരം പുലർന്ന് അത്താഴത്തിന് പോകുന്നത് വരെ പറഞ്ഞാലും സമദാനിയെക്കുറിച്ച് തീരില്ല എന്ന് പറയാണ്. ഒറ്റ വാക്കും കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഞാൻ സമദാനിയുടെ ഒരു ഫാനാണെന്ന് പറയാൻ അഭിമാനമുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഫാൻ എന്ന് പറയുന്ന പോലത്തെ ഫാനല്ല. സിനിമക്കാർക്ക് ഫാൻ ഉണ്ടാകും. സിനിമക്കാരുടെ ഫാൻ, പണ്ട് പ്രേമനസീറിൻ്റെ ഫാൻ, പ്രേമനസീർ അപ്പരമാളിൽ നിന്ന് മങ്ങിയപ്പോൾ ആ ഫാനുകളെല്ലാം വേറെ ഫാനായി മാറി. സത്യന് ഫാൻ ഉണ്ടായിരുന്നു, ജയന് ഫാൻ ഉണ്ടായിരുന്നു. ആ ഫാനുകളെല്ലാം അവരെല്ലാം അപ്പരമാളികളിൽ എത്ര നാൾ മിന്നി മറഞ്ഞു പോയാൽ ആ മറഞ്ഞു പോകുമ്പോൾ ആ ഫാനെല്ലാം മടങ്ങിപ്പോകും. സിനിമക്കാരുടെ ഫാനിന് ഒരു സിനിമ പരാജയപ്പെട്ടാൽ, ഒരു സിനിമ നന്നായില്ലെങ്കിൽ ഏത് ഫാനും അപ്പോൾ മറച്ചു പറയും. ഞാൻ അങ്ങനത്തെ ഫാനല്ല. അബ്ദുൾ സമദ് സമദാനിക്ക് ഭൂമിയിൽ ഈശ്വരൻ ജീവിക്കാൻ ആയുസ് നൽകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണെന്നുള്ള കാര്യം വളരെ വളരെ വൈകാരികമായി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണം കൂടി ഉണ്ടായി. ഞാൻ എൻ്റെ മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ മകനാണ്. അമ്മയാണ് കാണപ്പെട്ടമെന്ന് ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് പകരം ഈ ഭൂമിയിൽ പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ആ ദൈവവിശ്വാസിയാണ് ആയതോടൊപ്പം തന്നെ എത്ര ആരാധനാലയങ്ങളിൽ പോയപ്പോഴും കാണാത്ത ഒന്ന് അമ്മയെ കാണുമ്പോൾ ഉണ്ടാകും. അമ്മയുടെ സ്പർശം, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ മുലപ്പാലിൻ്റെ മണം ഇപ്പോഴും നാസാദ്വാരങ്ങളിൽ ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമായി അലയടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതുപോലെ സമദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ നാട്ടിക കടപ്പുറത്ത്, തളിക്കുളം കടപ്പുറത്ത്, സ്നേഹതീരം കടപ്പുറത്ത് ഞാൻ ഇത് അമ്മയ്ക്കൊരു കവിൾ കഞ്ഞി എന്ന ഒരു പരിപാടി വെച്ചു. അബ്ദുൾ സമദ് സമദാനി ഉണ്ടായി, മോഹൻലാൽ ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ അമ്മ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി മോഹൻലാലിൻ്റെ അമ്മ ഒരു പൊതുവേദിയിൽ വന്നത് അന്നാണ്. ഇപ്പോൾ ഇനി ഓർമ്മയില്ലാതെ കിടക്കുകയാണ് മോഹൻലാലിൻ്റെ അമ്മ. അന്നും അതിന് മുൻപും പൊതുവേദിയിൽ വന്നിട്ടില്ല, അതിന് ശേഷവും പൊതുവേദിയിൽ വന്നിട്ടില്ല. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉണ്ടായിരുന്നു, സത്യൻ അന്തിക്കാട് ഉണ്ടായിരുന്നു, MA യൂസഫ് അലി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു 1000 അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. 1000 കുട്ടികൾ വെള്ളയും ധരിച്ച് 1000 അമ്മമാരുടെ തൃപ്പാദങ്ങളിൽ അവരുടെ ചുംബനം കൊടുക്കുന്ന ഒരു മഹത്തായ ആശയത്തിൻ്റെ ചടങ്ങാണ്. ഞാനും CA മുഹമ്മദ് റഷീദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ തൃശ്ശൂർ ജില്ല ഇപ്പോഴത്തെ പ്രസിഡന്റുമാണ് അതിൻ്റെ സംഘാടകർ. ഞാൻ സമദാനിയെ ആ പരിപാടിക്ക് വിളിച്ചു. മോഹൻലാലായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ. സമദാനിയുടെ പ്രസംഗം തുടങ്ങി. പിന്നീട് അവിടെ നിന്ന് ഉണ്ടായത് അറബിക്കടലിൻ്റെ ഈ സ്വാന്തന ഇളങ്കാറ്റിനേക്കാൾ മനോഹരമായിരുന്നു സമദാനിയുടെ ഈ കുത്തൊഴുക്ക്. അവിടെ എൻ്റെ അമ്മ ഇപ്പോൾ സ്വർഗത്തിലാണ്. എൻ്റെ അമ്മയും ആ സദസ്സിലുണ്ടായി. അവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാവരും കരയുന്നു, കുട്ടികളെല്ലാവരും കരയുന്നു, ഞാനടക്കമുള്ള സംഘാടകരിരുന്ന് കരയുന്നു. സമദാനിയുടെ കണ്ണിൽ നിന്നും സ്വന്തം ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ കണ്ണുനീർ തുള്ളികൾ ഈ കവിളിലൂടെ ഒഴുകി വരുന്നു. യൂസഫ് അലി MA ഇരുന്ന് കരയുന്നു, കൈതപ്പുറവും സത്യനന്ദിക്കാടും ഇരുന്ന് കരയുകയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ
സിനിമയിൽ ഗ്ലിസറിൻ ഒഴിച്ച് കണ്ണിൽ ഗ്ലിസറിൻ പുരട്ടി കരയുന്ന നടന്മാരെ നമുക്കറിയാം. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമാ നടൻ അമ്മയെയും ചേർത്തിരുത്തിക്കൊണ്ട് അമ്മയുടെ തോളിലേക്ക് കൈ ഇങ്ങനെ വെച്ച് മോഹൻലാലിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അമ്മ? ഈ ഭൂമിയിൽ അമ്മയ്ക്ക് പകരം വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മാനവരാശിയുടെ മുന്നിൽ മാതാവിൻ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് മലയാളിയെ പഠിപ്പിച്ച, ഒരു പക്ഷേ ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെ കേട്ട ശബ്ദം എന്ന് പറയുന്നത് സമദാനിയുടെ അമ്മ പ്രസംഗമാണ്. ആയിരക്കണക്കിന് അമ്മമാരും മക്കളുമാണെന്ന് സമദാനിയുടെ ഞാൻ ഇന്നും വികാരപരമായാണ്. ഒരു പക്ഷേ ഡൽഹിയിൽ നിന്നും പാർലമെന്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞാലും സമ്മേളനത്തിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും 3 മണിക്കൂർ കൊച്ചി ടു ഡൽഹിയിലുള്ള വിമാനയാത്രയിൽ എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ വരുമ്പോൾ നേരെ മൊബൈൽ എടുക്കും, ഇയർഫോൺ വെക്കും, ആ സമദാനിയുടെ പ്രസംഗം യൂട്യൂബിൽ നിന്ന് കേൾക്കും. അറിയാതെ ഇരുന്ന് കരയുന്നത് ഇന്നും അമ്മയെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സമദാനിയുടെ പ്രസംഗമാണ്. ഒരു മനുഷ്യന് നന്മയുണ്ടെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെക്കൂ. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം മാറി നിൽക്കാം. പക്ഷെ നന്മയും മനുഷ്യത്വമുള്ളവരുമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. പകരം വെക്കാനില്ലാത്ത നന്മയുടെ ആൾരൂപമാണ് പ്രിയങ്കരനായ സമദാനി. സ്നേഹത്തിൻ്റെ ആൾരൂപമാണ് സമദാനി. അതേപോലെ തന്നെയാണ് സൗഹൃദങ്ങൾക്ക് ഇതുപോലെ വില കൊടുക്കുന്ന ഒരു മനുഷ്യനെ കാണാനിടയില്ല. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലും പാർലമെന്റിലും ഞാൻ സമദാനിയുടെ കൂടെ 5 വർഷം കേരള നിയമസഭയിലും അംഗമായിരുന്നു. അദ്ദേഹത്തിനുള്ള സുഹൃത്ത് ബന്ധം കണ്ട നമ്മൾ ഞെട്ടിപ്പോകും. ആബാലവൃദ്ധം ജനങ്ങളെന്ന് പറയുന്ന ആലങ്കാരിക പദങ്ങൾക്കപ്പുറത്തമാണ് സമദാനിയുടെ സൗഹൃദ വലയം. ആ മനുഷ്യൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, യാതൊരു സംശയവും വേണ്ട. അപ്പുറത്ത് മത്സരിക്കുന്നവർക്ക് കെട്ടിവെച്ച പണം ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശിക്കുകയാണ്. കെട്ടിവെച്ച പണം കൊടുക്കട്ടെ എന്ന് ആശിക്കുകയാണ്. സമദാനി പൊന്നാനി നിയോജക മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആ അത്ഭുതങ്ങൾ നിങ്ങൾ 26-ാം തീയതി കഴിഞ്ഞ് ജൂൺ 5-ാം തീയതി ഈ നേരമാകുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോ. നിങ്ങൾ ഹൃദയത്തിന്റെ പുസ്തകം തുറക്കുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ പേന എടുക്കുക, അതിൽ എഴുതി വെക്കുക. പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ലിപി കൊണ്ട് എഴുതാവുന്ന ചരിത്രമായിരിക്കും ഈ വരുന്ന ജൂൺ 5-ാം തീയതിയിലെ ഇലക്ഷൻ റിസൾട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അഭിമാനത്തോടു കൂടെ പറയുന്നു, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നന്മയുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൂടി നന്മയുടെ പക്ഷത്താകും. ആ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന എനിക്ക് വ്യക്തിപരമായി വളരെയേറെ സ്നേഹവും ബഹുമാനമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നമുക്ക് നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ ഗുരു, നമുക്ക് ഇഷ്ടപ്പെട്ട സഹോദരൻ, സഹോദരി, കൂട്ടുകാരൻ, ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബന്ധുവായി ഒരാൾ എഴുതി ചേർക്കാൻ പറ്റുമെങ്കിൽ മക്കളെ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുവായി എഴുതി ചേർക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മുൻകൂറായി വിജയാശംസകൾ നേരുന്നു. തൃശ്ശൂരിന് വേണ്ടി നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൂടി വേണം. ഒരു സംശയവും വേണ്ട, ആരെടുക്കാൻ വന്നാലും കൊടുക്കില്ല ഞങ്ങൾ തൃശ്ശൂര്, പ്രത്യേകിച്ച് വർഗീയ ഫാസിസ്റ്റുകൾക്ക് കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൂടി തൃശ്ശൂരിന് വേണം എന്നുകൂടി സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോടൊരു MSFന്റെ സ്നേഹിതൻ ചോദിച്ചു, ഒരു അനുജൻ ചോദിച്ചു, തൃശ്ശൂർ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടായോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന വിഷമം ഞാൻ അതിലൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മതം മണ്ണും മനുഷ്യനുമാണ്. എൻ്റെ മതം മണ്ണും മനുഷ്യനുമാണ്. എൻ്റെ സമുദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒന്നും കൂടി ആവർത്തിക്കുന്നു, എൻ്റെ മതം മണ്ണും മനുഷ്യനുമാണ്, എൻ്റെ സമുദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇനി ആ അനുജന് മറുപടി ഇത് മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകളും വിഷു ആശംസകളും നാളത്തെ ഈസ്റ്റർ ആശംസകളും നേർന്നുകൊണ്ട് ജൂൺ 5-ാം തീയതി നിങ്ങളുടെ വിജയാഘോഷത്തിൽ തൃശ്ശൂരിരുന്നു കൊണ്ട് ഹൃദയത്തിൽ ലഡു വിതരണം ചെയ്യും ഞാനും എന്നറിയിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്.